സംസ്ഥാനത്തെ വ്യാജ ട്രേഡിംഗ് ആപ്പ്, വെർച്വൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള സൈബർ തട്ടിപ്പുകൾ വ്യാപകമാകുന്നു എന്ന വാർത്ത. ട്രേഡിംഗ് ആപ്പ് തട്ടിപ്പിൽ ഒരാഴ്ചക്കിടെ എറണാകുളം സ്വദേശികൾക്ക് 3 കോടിയോളം രൂപ നഷ്ടമായി. എൻ്റെ അമ്മോ, ഇതിനൊരു എൻഡ് ഉണ്ടാകില്ല ഫോർ ഷുവർ. ബിക്കോസ് ഇൻ്റർനെറ്റിൻ്റെ യൂസ് ഭയങ്കരമായിട്ട് കൂടുകയാണ്, ഡിജിറ്റൽ കൺസംഷൻസ് കൂടുകയാണ്. പണ്ട് നമുക്ക് പറയാൻ പറ്റും പ്രായമായവർക്ക് സ്മാർട്ട് ഫോണിലേക്ക് ആക്സസ് ഇല്ല, അതുകൊണ്ട് ഇത് അവരിൽ സംഭവിക്കില്ല എന്നുള്ളത്. പക്ഷേ സ്മാർട്ട് ഫോൺ ആക്സസ് ഉള്ളത് കൊണ്ട് 100% ഇത് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൽ സൈബറിൻ്റെ ആംഗിളോ ഒരു സൈബർ പോലീസിനോ ഒരു സൈബർ സെക്യൂരിറ്റി വിദഗ്ധനോ ഒക്കെ ചെയ്യാവുന്നതിൻ്റെ ലിമിറ്റേഷൻ ഭയങ്കര കുറവാണ്. 80% അല്ലെങ്കിൽ 40-60% വാഗ്ദാനം ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഒന്നും നോക്കാതെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നു. ഇപ്പോഴും ആളുകൾ ഒന്നും നോക്കാതെ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ്. വളരെ സോളിഡായിട്ട് നമ്മൾ ഒന്നുകൂടെ റീവെരിഫൈ ചെയ്താൽ മതി, ഇത് സത്യമാണോ ഒന്ന് മറ്റൊരാളുടെ അടുത്ത് ചെക്ക് ചെയ്താൽ ഈ പ്രശ്നം ഇവിടെ ടോട്ടലി സോൾവ് ചെയ്യും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ എയർ ടൈം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഈ വെർച്വൽ തട്ടിപ്പിനെതിരെയായിട്ടുള്ള സംഭവങ്ങളിലാണ്. എന്നാൽ ഇപ്പോഴും പ്രായമായിട്ടുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാൻ ചിലപ്പോൾ അവർ 24 കാണുന്നുണ്ടാവില്ല, ചിലപ്പോൾ അവർ അറിയുന്നുണ്ടാവില്ല. എന്നിരുന്നാലും നമ്മളുടെ ഈ പോസ്റ്റുകൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയും ഈവൻ പത്രങ്ങൾ വഴിയും ഒക്കെ പ്രചരിപ്പിക്കേണ്ട ആവശ്യമാണ്. കാര്യം വിർച്വൽ അറസ്റ്റ് എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പിന് വേണ്ടിയുള്ള ഒരു ആയുധം മാത്രമാണ്. പറയൂ വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ വർഷം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വാർത്തകൾ നൽകിയതാണ്. ഏകദേശം 1500ഓളം പരാതികളാണ് സൈബർ മേഖലയിൽ മാത്രം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായത്. 300 കോടിയിലധികം രൂപ കേരളത്തിൽ നിന്ന് മാത്രം സൈബർ കൊള്ളക്കാർ അപഹരിച്ചുകൊണ്ട് പോയി എന്നുള്ളതൊക്കെയാണ് കണക്ക്. ഇപ്പോൾ ഈ വർഷം തുടങ്ങി ഏകദേശം 9 ദിവസം മാത്രം പിന്നിടുമ്പോഴാണ് എറണാകുളത്ത് നിന്ന് ഞെട്ടിപ്പിക്കുന്ന കണക്ക് പുറത്തു വരുന്നത്. ട്രേഡിംഗ് ആപ്പ്, അതോടൊപ്പം തന്നെ പരിവാഹൻ തട്ടിപ്പ്, ഇതെല്ലാം വഴി എറണാകുളത്ത് ഈ 9 ദിവസത്തിനിടയിൽ 3 കോടി രൂപയോളം ആളുകൾക്ക് നഷ്ടമായിട്ടുണ്ട്. വ്യാജ ട്രേഡിംഗ് ആപ്പ് വഴി എറണാകുളത്ത് അയ്യപ്പങ്കാവ് സ്വദേശിക്ക് നഷ്ടമായത് 89 ലക്ഷം രൂപയാണ്. മറ്റൊരാൾക്ക് 37 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് അമിത ലാഭം ആശ്രയിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നമെന്ന് സൈബർ വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. ഒരു ട്രേഡിംഗ് കമ്പനിയും 80% ലാഭവും ആർക്കും വാഗ്ദാനം ചെയ്തില്ല. പക്ഷേ ഇവർ ഇതിൽ വിശ്വസിച്ച് ഇതിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് ലാഭം ലഭിക്കും. പക്ഷേ പിന്നീട് ആ ലാഭം ലഭ്യമാക്കാതിരിക്കുകയും ഈ പണം പൂർണ്ണമായും ഈ സൈബർ കൊള്ളക്കാർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ട്രേഡിംഗ് ആപ്പിന്റെ കാര്യത്തിലുള്ളത്. വെർച്വൽ അറസ്റ്റിന്റെ കാര്യത്തിലേക്ക് വന്നാൽ നമുക്ക് പലതവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അത്തരത്തിലുള്ള അറസ്റ്റ് ഇല്ല, ഒരു ഏജൻസിയും ഒരാളെയും വെർച്വലായി അറസ്റ്റ് ചെയ്യില്ല. പക്ഷേ ഇപ്പോഴും ആളുകൾ അത് വിശ്വസിച്ച് പണം നൽകുന്ന സാഹചര്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഈ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിൽ കൂടുതലും ഇരയായിട്ടുള്ളതെന്നാണ്. അവരിത് വിശ്വസിച്ച് അവരുടെ അക്കൗണ്ടിലെ ഡീറ്റെയിൽസ് ഒക്കെ നൽകി പണം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. 3.5 കോടി രൂപ വരെ വെർച്വൽ അറസ്റ്റ് വഴി നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട്. പക്ഷേ അവരുടെ സമൂഹത്തിലെ ഉന്നത സ്ഥാനമൊക്കെ പരിഗണിച്ചു അത്തരം പരാതികൾക്കൊന്നും പോകാറില്ല. പണം പോയത് പോട്ടെ എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം സൈബർ വിദഗ്ധരെ സംബന്ധിച്ചിടത്തോളം അതിൽ പരിമിതികളുണ്ട്. അവർക്ക് ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. കേസെടുക്കുക, അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്കൊക്കെ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് മറ്റ് രാജ്യങ്ങളൊക്കെ ഇരുന്നു, അതുകൊണ്ട് പൈസ തിരിച്ചു പിടിക്കാനും വലിയ ബുദ്ധിമുട്ടാണ്. ആളുകൾ കൂടുതൽ ജാഗ്രത പുലർത്തുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. കൃത്യമായി ഈ ലിങ്കുകളൊക്കെ ഓപ്പൺ ചെയ്യാതിരിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വെർച്വൽ അറസ്റ്റ് എന്ന സംഭവം വരികയാണെങ്കിൽ അതൊക്കെ തൊട്ടടുത്ത ബാങ്കുകളെയോ അല്ലെങ്കിൽ അടുത്തുള്ള ആളുകളെ അറിയിക്കുക. അതുവഴി മാത്രമേ ഇത് തടയാനാകൂ. എന്നാൽ പോലീസ് സൈബർ സെക്യൂരിറ്റി കുറച്ചുകൂടി കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം കൂടി നിലവിലുണ്ട്. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.